ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവനും അങ്ങയുടെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ. ഈ ഞായർ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ ദയയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കൈ പിടിച്ച് നടത്തിയല്ലോ. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ നടത്തിയല്ലോ. അങ്ങയുടെ ആത്മാവിൻ്റെ ആലോചനയിൽ ഞങ്ങളെ നടത്തിയല്ലോ. വീഴാതെ വണ്ണം ഞങ്ങളെ അങ്ങ് പരിപാലിച്ചല്ലോ. നിത്യതര അഷ്വറൻസ് ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്നല്ലോ. അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം തന്നല്ലോ. പുത്രത്വം എന്ന പദവി ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ഇന്ന് രാവിലെയും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചവരായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ആരാണെന്ന് ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, വിശുദ്ധാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവാൻ ഇന്ന് രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദാസനിലൂടെ കർത്താവ് ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന് അങ്ങേ കാണുവാൻ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പാൻ, ഞങ്ങൾ ധൈര്യം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി, അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനറിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായി, ആശ്വാസത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നന്ദി പറയുന്നു. ഈ ദൈവം ഞങ്ങളുടെ ദൈവം, അവൻ ജീവപര്യന്തം ഞങ്ങളെ നടത്തുമെന്ന് ഓരോ ദിവസവും ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം, ഈ പരമാധികാരിയായ ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ പുത്രന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മനിറവിൽ അങ്ങേ സ്തുതിപ്പാൻ കൃപ തരുമാറാകണമേ. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥനയോട് സ്തോത്രം. ഏകാഗ്രതയോട് തിരുസനയിൽ ഇരിപ്പാൻ കൃപ ചെയ്താട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസനിൽ കടന്നു വരുവാനും ഒരുമിച്ച് സഭായോഗമായി ദൈവസനിലായിരിക്കാനും കർത്താവ് ഇടയാക്കിലോ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നൊരു സംഘത്തിൻ്റെ ഭാഗം വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. 46-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 46. ഹല്ലേലൂയ. സാം നമ്പർ 46. സ്തോത്രം. വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ, ഈ നല്ല കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ, സ്തുതി അവിടുന്ന് ആരാധനയായി സ്വീകരിക്കും. ദൈവം ആരാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഹൂ ഈസ് ഗോഡ് ടു അസ്? നമുക്കാരാണ്? ഹീ ഈസ് അവർ റെഫ്യൂജ്, അവൻ നമ്മുടെ സങ്കേതമാണ്. ഹീ ഈസ് അവർ സ്ട്രെങ്ത്, അവൻ നമ്മുടെ ശക്തിയാണ്, ബലമാണ്. ഹീ ഈസ് അവർ ഹെൽപ്പ്, അവൻ നമ്മുടെ സഹായമാണ്. ഹീ ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്, അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. He is the Lord of hosts, അവൻ സൈന്യങ്ങളുടെ യഹോവയാകുന്നു. He is our peace, അവൻ നമ്മുടെ സമാധാനമാകുന്നു. He is the God of Jacob, അവൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. ദൈവം പറയാ, അതെല്ലാം ശരിയാ, നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷെ നിങ്ങൾ ഇനിയും അറിയണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഹല്ലേലൂയ. നമുക്കുള്ള അഷ്വറൻസ്, അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്.
യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കഴിഞ്ഞ നാളുകളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ അനുഭവങ്ങളുടെ നടുവിലൂടെ നാം കടന്നുപോയപ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അറിഞ്ഞു എങ്കിൽ, അവന്റെ പ്രൊട്ടക്ഷൻ അറിഞ്ഞു എങ്കിൽ, അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് മറ്റാരും സ്തുതിച്ചില്ലെങ്കിലും ഞാൻ സ്തുതിക്കുമെന്നുള്ള ദൈവ സന്നിധിയിലുള്ള തീരുമാനത്തോടെ രാവിലെ ദൈവത്തെ സ്തുതിക്കാം. ഒരു പാട്ട് പാടാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അവന്റെ വിശ്വസ്തതയെ ഓർത്ത്, അവന്റെ കരുണയെ ഓർത്ത്, അവന്റെ വിടുതലുകളെ ഓർത്ത്, അവന്റെ പ്രൊട്ടക്ഷനെ ഓർത്ത്, സർവോപരി നിത്യജീവൻ നൽകിയതോർത്ത് ആ ദൈവകൃപകളെ ഓർത്ത്, ആ ദിവ്യ ജീവൻ നൽകിയതോർത്ത് ഈ പഴയൊരു ഗാനം പാടി നമുക്ക് കർത്താവിനെ ആദ്യം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെ ചിന്തിക്കാം, വേറെ ഒന്നും ചിന്തിക്കരുത്. ദൈവം നമുക്ക് ഒരുക്കിയ കൃപയെ നമുക്ക് ഓർക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. സ്തോത്രം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. യേശുദേവനിൽ വിശ്വസിച്ചിടുന്നു ഏവർക്കും ജീവൻ നൽകുവാനവനെ. യേശുദേവൻ നൽകുവാനവനെ. ഏകിലോകത്തെ സ്നേഹിച്ച കൃപയെ പുകഴ്ത്തി നമുക്ക് സ്തുതിക്കാം, പുകഴ്ത്തി നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ന്യായവിധിയിൽ വാളിനു കീഴിൽ ന്യായമയകപ്പെട്ടാകുലരാകും, ന്യായമയകപ്പെട്ടാകുലരാകും. നമ്മുടെ ശിക്ഷ അഖിലവും പുത്രന്മേൽ ചുമത്തിയ കൃപയോർക്കാം, ചുമത്തിയ കൃപയോർക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ദൈവമേ ദൈവമേ വിധമെന്നെ കൈവിട്ടതെന്തൻ, അലറിക്കരയുവാൻ കൈവിട്ടതെന്തൻ, അലറിക്കരയുവാൻ ജീവന്റെ നാഥൻ ഇടയായതെന്തേ അറിഞ്ഞു നമുക്ക് സ്തുതി
കാണിച്ച നിങ്ങളുടെ കരുണ, ഞങ്ങളോട് കാണിച്ച ദയ, ഞങ്ങളുടെ സ്നേഹം എത്രയോ വലിയത്. ഹല്ലേലൂയ. ജീവൻ നൽകിയതോർക്കാം വീണ്ടും വരുന്നു രാജാധിരാജൻ കണ്ടിടും വേഗം വാനിൽ ഞാൻ അവനെ കണ്ടിടും വേഗം വാനിൽ ഞാൻ അവനെ സ്വന്ത ജനത്തെ ചേർത്തിടും ഉടനെ. ഹല്ലേലൂയ ഗീതം. ഹല്ലേലൂയ. We praise the Lord. ഹല്ലേലൂയ ഗീതം തുടരാം ദൈവത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ 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 കൃപ. It is your grace, grace. അങ്ങയുടെ കൃപ മാത്രം, അങ്ങയുടെ കൃപ മാത്രം. ആമേൻ. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം ജീവൻ നൽകിയതോർക്കാം ദൈവത്തിൻ കൃപയെ. ഹല്ലേലൂയ. അവന്റെ കൃപയെ നമുക്ക് ഓർക്കാം പ്രിയമുള്ളവരെ. അതിക്രമങ്ങളെ പാപങ്ങളെ മരിച്ചവരായിരുന്നു നമ്മെ രക്ഷിച്ച് തന്റെ പുത്രന്മാരാക്കിയത്, മക്കളാക്കി തീർത്ത അവന്റെ കൃപയെ നമുക്ക് ഓർക്കാം. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് ഓർക്കാം. പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടത് ഓർക്കാം. ആത്മനിർഭൻ നടപ്പാൻ തക്കവണ്ണം ആത്മാവിനെ നടത്തിപ്പ് ഓരോ ദിവസം നൽകുന്നത് ഓർക്കാം. ഈ കൃപയെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്തൃത്തിരുമേശ നടത്തുന്ന സമയത്ത് നമ്മുടെ കർത്താവിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്. റിയൽ വർഷിപ്പ് ഈസ് മെഡിറ്റേറ്റിംഗ് ദ ക്രോസ്. ഈ പാട്ടിന്റെ ഓരോ സ്റ്റാൻസയും അതാ. ക്രൂശിൽ താൻ ജീവൻ വെടിഞ്ഞുവെന്നാലും മരണത്തെ വെന്നു താൻ ഉയർത്തു മൂന്നാം നാൾ. അതുപോലെ തന്നെ ദൈവമേ ദൈവമേ ഈ വിധം എന്നെ കൈവിടുത്തതെന്തെന്ന് അലറി കരയാൻ. നാം കരയേണ്ട കരച്ചിൽ, നാം അകപ്പെടേണ്ട മിസറി, അവിടുന്ന് അതിലൂടെ കടന്നുപോയത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ. ന്യായവിധിയുടെ വാളിന് കീഴിലായിരുന്നു നാം. അത് ന്യായമാ, ദൈവത്തിന് ജസ്റ്റിസാ. എന്നാൽ അതിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ പ്രാണപ്രിയൻ തന്റെ പ്രാണനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകി തന്നു. ഒന്ന് ഓർക്കാം, ആ കൃപയെ ഒന്ന് ചിന്തിച്ച് ഒരു സ്റ്റാൻസ് കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ന്യായവിധിയിൻ വാളിനു കീഴിൽ ന്യായമായകപ്പെട്ടാകുലരാകും ന്യായമായകപ്പെട്ടാകുലരാകും നമ്മുടെ ശിക്ഷ അഖിലവും പുത്രന്മേൽ ചുമത്തിയ കൃപയോ ചുമത്തിയ കൃപയോ. ജീവൻ നൽകിയതോർക്കാം. ഹല്ലേലൂയ. Praise you, praise you, praise you, praise you, praise you, praise you. Hallelujah. Thank you Lord, thank you Lord. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അല്പമേ മറക്കുമോ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അല്പമേ മറക്കുമോ. ഉണർന്നു ഘോഷിപ്പിൻ സ്വന്ത ജനമേ, ഹൃദയം നന്ദിയാൽ
പരിശുദ്ധരുടെ പരമസംഗമേ, പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധരുടെ പരമസംഗമേ, കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു, ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു. കരങ്ങളിൽ എന്നെ വഹിക്കുന്നു, ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു. കൃപയിനാത്മാവാൽ നിറയാം നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അടിയട്ടെ. കൃപയിനാത്മാവാൽ നിറയാം നമ്മുടെ ദുരിതങ്ങൾ. ഹല്ലേലൂയ. പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവർ, വിശ്വാസത്തോടെ അവനുള്ള ആശ്രയത്തോടെ പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവരെന്നും മൃതഗണങ്ങളെ ചേർക്കുവാനായി നീ വരുന്ന കാലമിൽ അടുത്തു പോയ മൃതഗണങ്ങളെ ചേർക്കുവാനായി നീ വരുന്ന കാലമിൽ അടുത്തു പോയത അതിനായി ഞങ്ങളെ ഒരുക്ക വേഗമായി അമ്മൻ കർത്താവേ നീ വരണമേ. അതിനായി ഞങ്ങളെ ഒരുക്ക വേഗമായി അമ്മൻ കർത്താവേ നീ. ഹല്ലേലൂയ. ഓ കൃപയിനാത്മാവിൽ നിറയാം നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അറിയട്ടെ. കൃപയിനാത്മാവിൽ നിറയാം നമ്മുടെ ദുരിതങ്ങൾ. ഒരിക്കൽ കൂടെ കൃപയുടെ ആത്മാവിനാൽ. ഓ കൃപയിനാത്മാവാൽ നിറയാം നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അറിയട്ടെ. പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവരെന്നും നടത്തിടും പരമവിളിയും. ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ, അവൻ വിളിച്ചവൻ വിശ്വസ്തൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേ വസിക്കും പ്രിയനേ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനന്തമേ മനം മറക്കുമോ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനന്തമേ മനം മറക്കുമോ. അമ്മേനനുദിനം അവൻ ചെയ്ത നന്മകൾ അനന്തമേ മനം മറക്കുമോ. ഒരിക്കൽ കൂടെ അനുദിനം അവൻ ചെയ്ത നന്മകൾ അത് അനൽപ്പമല്ല, അത് മറക്കരുത്. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. We praise you, Lord. We thank you, Lord. We thank you, Lord. We thank you, Lord. അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കരുത്. Hallelujah. Hallelujah, 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 hallelujah. Praise you, Lord. 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 Hallelujah, 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 hallelujah. Thank you, Lord. പ്രത്യാശയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജോസ് ലൂക്കോസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിതാവേ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ഹല്ലേലൂയ. ഈ പകൽ വേളയിൽ കർത്താവേ ഒരുമിച്ച് എത്രയും പേർക്ക് ആലയത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ആയുസ്സും ആരോഗ്യം ബലവും സൗഖ്യവും സന്തോഷവും സമാധാനം നൽകി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രയും പേർക്ക് ദൈവദാസന്മാർക്ക് ദൈവങ്ങൾക്കും ആലയത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു.
റൂമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവനാടികളെ ഓരോരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് Yes. പ്രാർത്ഥിക്കുന്നു. Yes. ഇന്നത്തെ സഭായോഗം അനുഗ്രഹമാക്കുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പരിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Yes, Lord. ഒരു ദൈവശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ സ്തോത്രം. കവിഞ്ഞൊരു അളവ് ഹല്ലേലൂയ സ്തോത്രം. ആലയത്തിൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പാട്ടുകാരൻ പാടിയതുപോലെ ദൈവത്തിന്റെ കൃപയെ ചിന്തിക്കാം ഹല്ലേലൂയ. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഹല്ലേലൂയ അനുദിനം നന്മകളെ ഓർത്ത് ഹല്ലേലൂയ ഈ ദിവസം ചിന്തിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റു ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 ദൈവകൃപയെ ചിന്തിച്ച് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്ന, സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധനയായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ കടന്നു വന്നവരെയും സൂമിലായിരിക്കുന്നവരെയും ഈ ദേശത്തെ ഒരുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം സൂക്ഷിക്കുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാടുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. ഇവിടെ ഇന്ന് ദൈവദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടുന്ന ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണം. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ കൃപയെ ചിന്തിക്കുവാൻ, ദൈവം നടത്തിയ വഴികളെ ഒന്നുകൂടി ഓർക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം ഈ രാവിലെയും അനുഭവിച്ചറിയുവാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Before I go further, I invite our little ones to come forward and give the word. these things, O man of God, pursue righteousness, godliness, faith, love, steadfastness, gentleness. Galatians 5, verse 22 to 23. But to the fruit of the Spirit, there is love, joy, peace, patience, goodness, kindness, faithfulness, godliness to all people. John 3:16 and 17. For God so loved the world that he gave his one and only Son, so that whoever believes in him may not perish but have eternal life. For he did not send his Son into the world to condemn the world, but that the world through him might be saved. But when the Spirit of truth comes, he will guide you into all the truth. He will not speak on his own. He will speak only what he hears, and he will tell you what is yet to come. John 16, verse 13.
1 Samuel 15, verse 22. But Samuel replied, "Does the Lord delight in burnt offerings and sacrifices as much as in obeying the Lord? To obey is better than sacrifice, and to heed is better than the fat of rams." But Samuel replied, "Does the Lord delight in burnt offerings and sacrifices as much as obeying the Lord? To obey is better than sacrifice, and to heed is better than the fat of rams." 1 Samuel 15, verses 22. He who was handed over for our transgressions and was raised for our justification. Romans 4, verse 25. ഇന്ന് പ്രാർത്ഥിക്കാമോ? പാസ്റ്റർ തോമസ് കുട്ടി അല്പസമയം ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും വചനം കേൾക്കാൻ കർത്താവ് സഹായിക്കും. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്കും ഭാര്യയ്ക്കും കൂടെ വരാനായിട്ട് ഒത്തു. നിങ്ങളോടുകൂടെ ഉപവാസ പ്രാർത്ഥനയിൽ 2 ദിവസം ശുശ്രൂഷിപ്പാൻ അല്ലാതെയും ശുശ്രൂഷിപ്പാൻ അവസരങ്ങളെ തന്നു. കർത്താവിൻ്റെ ദാസൻ മാത്യുമോൻ പാസ്റ്റർ ഓർത്ത് സ്തോത്രം. നിലമ്പൂരുകാരായതുകൊണ്ട് ഞങ്ങൾക്കൊന്നുകൂടെ ഒരു സ്നേഹവും പ്രാർത്ഥനകളിൽ ഓർക്കുവാൻ കർത്താവ് അവസരങ്ങളെ തന്നതോർത്ത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ലിജു പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ജോസ് പാസ്റ്റർ, മറ്റ് പാസ്റ്റർമാർ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവിൽ വന്ദനം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പല ഭവനങ്ങളിൽ വരാൻ കർത്താവ് ഇടയാക്കി. പ്രത്യേകിച്ച് കുഞ്ഞുകുഞ്ചുകളുടെ ഭവനത്തിലാണ് വന്നപ്പോഴൊക്കെ പാർക്കുന്നത്. അച്ഛൻ കുഞ്ചാൻ ഉലഹ്നാൻ, പ്രൈസ് ലോർഡ്, പ്രൈസ് നമ്മുടെ ഡോക്ടർ റോയി, അതേ ഹല്ലേലൂയ. അതുപോലെ തന്നെ സോദരം ചന്ദ്രൻ ചായൻ, നമ്മുടെ ഷിജു, ഷാജൻ ജോയ്, ഷാജൻ, പ്രൈസ് ലോർഡ്, ഷാജു മോൻ. അങ്ങനെ കടന്നു വന്ന ഒത്തിരി പേരുണ്ട്, വന്നവരുണ്ട്, സ്വീകരിച്ചവരുണ്ട്, തന്നവരുണ്ട്. എല്ലാവർക്കും ഒരു കര ഉയർത്തി എല്ലാവരും കൂടെ സ്വോത്രം പറഞ്ഞു. ചിലതൊക്കെ വിട്ടുപോയാലും കുഴപ്പമില്ലെന്നേ. നമ്മളെ ഓർക്കുന്ന ആരുണ്ട്? പറ. നമുക്കൊരു ദൈവം ഉണ്ട്. സ്വോത്രം. 68-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ 2 ഓപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സ്വോത്രം. ഒന്ന് ഹിരണിയായുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം കുടലിൽ 2 മുഴയുണ്ടായിരുന്നു, അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ബയോസിക്കൊക്കെ അയച്ചപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാം ഇപ്പോൾ പാടിയതുപോലെ കഷ്ടവും പ്രയാസവും ദുഃഖവും പരേതവും ഒക്കെ ഉണ്ട്. നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമുക്കൊരു ആരുണ്ട്? പറ. നമുക്കൊരു കർത്താവുണ്ട്, ഒരു സ്വർഗവുമുണ്ട്. നമ്മളിറങ്ങി പുറപ്പെട്ട സ്വർഗത്തിപ്പാനായിട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി കാലം പാർക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഹല്ലേലൂയ രോഗവും ദുഃഖവും പ്രയാസവും എല്ലാവർക്കും ഉണ്ട്. ഇതൊന്നും കണ്ടാരും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വഴി നടത്തുന്നു. ഞാൻ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ 22 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മലബാറിൽ 40 വർഷമായി അവിടെയും കർത്താവിൻ്റെ മഹത്തരമായ വേല ചെയ്യുന്നു. ദൈവം അയക്കുന്നിടത്ത് എല്ലാം ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒത്തിരി പ്രയാസങ്ങൾ, രോഗങ്ങൾ, മരണത്തോടടുത്ത സമയങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ അടുക്കൽ ദൂതന്മാരെന്നെ കൊണ്ടുപോകാൻ വന്ന് എൻ്റെ അടുക്കൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. അതേ ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവ് സമയമായെന്ന് ചോദിച്ചപ്പം അതങ്ങ് ദൂതന്മാരങ്ങ് പോയി. പിന്നെ ഇപ്പം നിൽക്കുക. സ്വോത്രം. ഇതിനാണെന്ന് അറിയത്തില്ല. കർത്താവിന് പ്രയോജനം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രയോജനമില്ല നമ്മളെ ആരും നിർത്തത്തില്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കേൾക്കാനായിട്ട് ആസാദി TV-യിൽ തോമസ് അബ്രഹാം ചെങ്കൽച്ചൂള എന്നുള്ള ഒരു പ്രോഗ്രാം അതിനകത്തുണ്ട്. ആസാദി TV-യിലുണ്ട്. തോമസ് അബ്രഹാം എന്ന് പറഞ്ഞ എൻ്റെ സാക്ഷ്യം, എൻ്റെ ഭാര്യയുടെ സാക്ഷ്യം അവിടെ ഉണ്ട്. എൻ്റെ മൂത്ത മകൾ ടിങ്കു തോമസ് ആസാദി TV-യിലുണ്ട്. ഇവരെല്ലാം സാക്ഷ്യം പറയാൻ ഞങ്ങളാരും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അവർ ഞങ്ങളെ വിളിച്ചൊരു സാക്ഷ്യം പറയാമെന്ന് ചോദിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. സ്വോത്രം. ഇതൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം, നാളെ എന്നോടൊരാൾ ചോദിച്ചവൻ പറഞ്ഞു, കുറേ കാലം അനുഭവിച്ചതുകൊണ്ടാണ് ഒരു സാക്ഷ്യമുള്ളത്. നമ്മളൊക്കെ ചിലതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് ആ സ്വർഗത്തിൽ ചെല്ലുമ്പം കുറേ സാക്ഷ്യമായിട്ട് നമുക്ക് ഒത്തിരി പ്രതിഫലം കിട്ടും. ഇവിടെ ആരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സ്വോത്രം. ഇവിടെ ആസാദി TV-യിലൊന്നും നിങ്ങളുടെ വന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട. മേളിലത്തെ TV-യിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സന്തോഷിക്കുന്നവരായി നമ്മളൊക്കെ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു വാക്യമുണ്ട്, കരയും. ഇവിടെ കരഞ്ഞവരായ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അയ്യോ അന്ന് ഞങ്ങളെ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് നോക്കുമ്പോൾ ഇവിടെ അറിയുമെന്ന് പറയും. ചിലരോട് പറയും, ഇവിടെ നിങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് എന്നെ അറിയാനേ, എല്ലാവരും നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അറിയിച്ചില്ലേ എന്ന് ചോദിക്കും. സ്വോത്രം. പോട്ടെ. ഇതെല്ലാം ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിലുണ്ട്. അതുകൊണ്ട് നമ്മളാരും ഭീരുക്കളോ നിരാശരോ ദുഃഖരോ ആയിരിക്കാനായിട്ടല്ല. ഹല്ലേലൂയ. അവസാനത്തോളം കർത്താവ് ഏൽപ്പിച്ച് ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ദാസൻ എനിക്ക് 15 മിനിറ്റ് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് നിർത്തും. കാരണം ആ സമയം നമ്മൾ കൃത്യമായി ചെയ്താൽ ഇനിയും വരുമ്പോഴും സമയം തരത്തുള്ളൂ. സ്വോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. എബ്രായലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്വോത്രം. എബ്രായലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഹല്ലേലൂയ.
ആദ്യ വിശ്വാസം സ്വർഗീയ പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മക്കളാണ്, പങ്കാളികളായി തീരുവാൻ അവസാനത്തോളം ദൈവവചനം വിശ്വാസവും മുറുകെ പിടിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്ന് ഈ ആലയത്തിൽ വന്ന സകല പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഭാരം മാറി, രോഗം മാറി, ക്ഷീണം മാറി, ഭയം മാറി, സങ്കടങ്ങളെ മാറി ഒരു ജയാളികളായി മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. എന്നാലേ ക്രിസ്തുവിൻ്റെ പങ്കാളികളാകത്തുള്ളൂ. ഈ പാട്ടൊക്കെ നമ്മൾ പാടിയതെല്ലാം അതൊക്കെ തന്നെയാണ്, സങ്കീർത്തനം വായിച്ചതൊക്കെ തന്നെയാണ്. ഇവിടെ പറയാനുള്ളതെല്ലാം അത് തന്നെയാണ്. അവസാനം വരെയും ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യോടെ നമുക്കൊന്ന് വായിക്കാം. 6-ാമത്തെ വാക്യോടെ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പം നാം തന്നെ അവൻ്റെ ഭവനമെന്ന് പറയുമ്പോൾ അവസാനത്തോളം ആ ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയും ധൈര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോളാം. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വല്ലതും പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പറയുന്നത് മുങ്ങിയ ചീറ്റിയാൽ തെറിച്ചു വന്ന് മൂക്കൊന്നും ആകല്ലേ സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്തല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാലും അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളായാലും ലോകമായാലും പാസ്റ്റായാലും ജീവിതമായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുമ്പോൾ തെറിക്കുന്നതല്ലിത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങൾ എന്നാ പറഞ്ഞാലും നിങ്ങളെ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയും. സ്തോത്രം. കാരണം അങ്ങനെയാണല്ലോ യോജിപ്പിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ തമാശ രീതിയിൽ ഞങ്ങൾ പറയുന്നതാണ്. നമ്മളാണ് പറയോ ഈ വയ്യാവേലിയാണല്ലോ എൻ്റെ കലയെ വന്ന് കയറി അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്. കഷ്ടകാലം നീ അനുഭവിക്കാനാണ് നിനക്കത് തന്നത്. സ്തോത്രം. എന്നാലേ നീ സ്വർഗത്തിൽ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. അല്ലാതെ ഈ വയ്യാവേലിയും പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കാരണം കർത്താവിൻ്റെ ജീവിതത്തിൽ വന്ന് മുമ്പ് നമ്മൾ പാടിയില്ലേ, അയ്യോ എന്നെ ഹാലല് കൈവിട്ടെന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് വരാൻ പോകുന്നത് ഓർത്തിട്ടാണ് ഇപ്പം ഞാൻ കൈവിട്ടെന്ന്. നമുക്കിനി ലഭിക്കാൻ പോകുന്ന സ്വർഗീയ പദവി ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ഇതൊന്നും വലിയ കാര്യമില്ലെന്ന്. സ്വതന്ത്രം. നമ്മളെല്ലാം ഇവിടെ എന്തേലുമൊക്കെ ആകണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അതേ പ്രശ്നം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ അതേ സ്വതന്ത്രം നമ്മുടെ അടുക്കൽ ഓരോരുത്തർ വരുമ്പോൾ ഞങ്ങൾ അവരെ ധൈര്യപ്പെടുത്തും. നമ്മൾ ഒത്തിരി ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും കാരണം ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഒരു കഞ്ഞി കുടിക്കാൻ ഞങ്ങൾക്ക് മാർഗ്ഗമില്ലായിരുന്നു. ഓരോ ഓറഞ്ച് ചോദിച്ചിട്ടുണ്ട്, ഓരോ ഓറഞ്ച് മേടിച്ചു കൊടുക്കാൻ എൻ്റെ മാർഗ്ഗമില്ലായിരുന്നു. ഇന്ന് അവസ്ഥയൊക്കെ മാറിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളിത് വന്നപ്പോഴത്തേക്ക് എന്നാലും ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കഷ്ടമായിപ്പോയി. തമ്പിച്ചാൻ എന്നെ, ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ കേരള സ്റ്റേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പം. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ ഇങ്ങനെ ഇവിടോട്ടാണ് വിടുന്നത്. ഞാൻ ഇന്ന് വരെ തമ്പിച്ചാനോട് ചോദിക്കാൻ പോയിട്ടില്ല. വിളിച്ച ദൈവമാണെങ്കിൽ നടത്തുന്നത് ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ സഭയോ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ സാമ്പത്തികമോ പിള്ളേരെയൊക്കെ പട്ടണിയുടെ അടുത്തുകൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ചരിത്രമൊക്കെ ഒത്തിരിയുണ്ട്. അതൊന്നും ഒരു സാരമാക്കിയില്ല. കാരണം നമ്മൾ പിള്ളേരെ വളർത്താനല്ലല്ലോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, കർത്താവിൻ്റെ വേല ചെയ്യാനല്ലേ ഇറങ്ങിയത്. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാം ഓർക്കേണ്ടത്, നിങ്ങളെല്ലാം ജീവിക്കുന്നത് ലോകത്തിലാണെങ്കിലും ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആ ചിന്ത മാറുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. സ്വതന്ത്രം. പെണ്ണിനെ കെട്ടിച്ചില്ലല്ലോ, അതേ ഹല്ലേലൂയ, അവരെ പഠിപ്പിച്ചില്ലല്ലോ, പിള്ളേരുണ്ടായില്ലല്ലോ, ഇതെല്ലാം കൊണ്ടല്ലോ സ്വർഗത്തിൽ പോകാനുള്ള കാര്യമൊന്നുമല്ലല്ലോ, അത് ഭൂമിയിലെ കാര്യമില്ല. ഇതൊന്നും നിങ്ങളെ അലട്ടരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. എന്തായാലും അതിനെ വളരെ പ്രത്യാശയും എന്ത് വേണം? ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സോദരം. പ്രൈസ് ദി ലോർഡ്. അവസാനത്തോളം എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം. സോദരം. നമുക്കൊക്കെ ഉത്സാഹം ഇച്ചിരി കഴിയുമ്പോൾ കുറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല വാക്യം പറയുന്നത്. ഇന്ന് ആ പ്രിയ ഹല്ലേലൂയ അച്ചാൻ ഇവിടെ ഓടി നടന്നത് സ്വോത്രകാഴ്ചയ്ക്കൊക്കെ ഓടുന്നു. സ്വോത്രം എന്ന് പറഞ്ഞതുപോലെ ഒരാൾ മാത്രമല്ല, ചുമതലപ്പെടുത്തിയായിരിക്കും, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്വോത്രം. ഈ പാടാനായാലും പ്രാർത്ഥിക്കാനാണേലും അവസാനത്തോളം എന്താ വേണം? ഉത്സാഹം വേണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കോ ഇനി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇത്രയും കാലം ചെയ്തെന്ന്
അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത് കേട്ടോ. ഒരു കാര്യത്തിൽ മാറി നിൽക്കല്. നമ്മുടെ മനസ്സിലായിരിക്കും അവസാനത്തോളം ഒരു ചാൻസ് കിട്ടിയാൽ, ഇത്രയും നാൾ എൻ്റെ പേര് പറഞ്ഞില്ല, ഇപ്പം പേര് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. എന്താ കാര്യം? ഇത്രയും നാൾ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരിക്കലും പറയല്ലോ. ഒരവസരം കിട്ടിയല്ലോ, പ്രൈസ് ദി ലോർഡ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ. പേര് പറഞ്ഞാലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ഇല്ലല്ലോ, പേര് പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. സാരാഭാഗത്തിൽ ഒരു ഹല്ലേലൂയ വിധവയുടെ അടുക്കൽ വിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വിധവമാരില്ലേ, നമുക്ക് പോയി പറയത്തില്ലേ? സ്വതന്ത്രം അന്നത് അയച്ച ദൈവത്തിൻ്റെ പദ്ധതി. എടാ സഭയെ കിട്ടിയില്ല, നമുക്ക് റോഡിൽ ഇറങ്ങി പരിശോധന നടത്താൻ മേലെ. ഇല്ല, സഭയെ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ എന്ന് പറയരുത്. സ്വതന്ത്രം റോഡിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ നിങ്ങളെ വേറെ ആളുകൾ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മഞ്ചേരി പരസ്യം നടത്തിക്കൊണ്ടിരിക്കുക. CSCയിലെ 2 പേർ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ പള്ളി വന്നൊന്ന് പ്രസംഗിക്കാമെന്ന്. ഞാൻ പറഞ്ഞു പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. CSC പള്ളി പ്രസംഗിക്കാൻ ചെന്നു. അവരെന്നോട് രഹസ്യം പറഞ്ഞു, അതേ സ്വതന്ത്രം സ്നാനത്തിൻ്റെ കാര്യം മാത്രം പറയല്ലേ, അല്ലാതെ വെച്ച് ഹിച്ചിക്കോളാൻ പറഞ്ഞു. സ്വതന്ത്രം പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുക. പ്രസംഗം മൂത്ത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഞാനൊരു യാക്കോബായക്കാരനായിരുന്നു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ച് പെന്തിക്കോസിൻ്റെ അനുഭവത്തിൽ വന്ന് റോഡിൽ പ്രസംഗിക്കുമ്പോഴാ ഇവരെന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. സഹോദരം അവസാനം അതിനകത്ത് പ്രശ്നമായി. അവർ പറഞ്ഞു, ഞങ്ങൾ പാസ്റ്ററെ ഞങ്ങളെ ചതിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളെ ചതിച്ചില്ല, നിങ്ങളെ രക്ഷിച്ചു. കാരണം നിങ്ങൾ വേർപെട്ട് ദൈവത്തെ ആരാധിക്കാനുള്ളവരാന്ന് പറഞ്ഞു. എടാ, നമുക്ക് ദൈവത്തിന് എന്തെല്ലാം ചാൻസ് ഉണ്ടെന്നേ. ഉത്സാഹം. ഇന്ന് കാലലിയ ചിലർ ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്രക്കാരായതുകൊണ്ട് ഞങ്ങളോട് പറയും, പാസ്റ്ററെ ഞങ്ങൾ കൊടുത്തു മടുത്ത്, കാരണം ഇവരൊക്കെ എന്നാ കാണിക്കുന്നേ. പക്ഷെ അവരെന്തേലും കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ പറ്റിയെന്നറിയാവോ? നിങ്ങളുടെ ഉത്സാഹം പോയി, കൊടുപ്പിൻ്റെ ഉത്സാഹം പോയി, പ്രാർത്ഥനയുടെ ഉത്സാഹം പോയി. ഇതാ ശത്രു ചെയ്യുന്ന പരിപാടി കണ്ടോ? അവരെന്തേലും ഒക്കെ ചെയ്യും. നിങ്ങളുടെ എന്താ സംഭവിച്ചു? ഇപ്പം നിങ്ങൾ പറയും, ഇവർക്കൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യവും, അതുകൊണ്ട് ഞാനിപ്പം കൊടുക്കുന്നുമില്ലെന്ന്. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. സഹോദരം പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു വിടുക, ഉത്സാഹത്തിൽ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 13:1, യോഹന്നാന്റെ സുവിശേഷം 13-1 വാക്യം. ഹല്ലേലൂയ. ഷബഡ ജഗന നഗന നഗദ. യേശു അറിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ. യേശു എങ്ങനെ സ്നേഹിച്ചത്? തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. സ്തോത്രം. എടാ, പത്രോസ് തന്നെ തള്ളി പറഞ്ഞ്, ഈ മനുഷ്യനെ ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കൊടുത്തു. ഞാൻ ഇന്നിങ്ങനെ ഇതെല്ലാം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, നമ്മുടെ സഭയിൽ ഹല്ലേലൂയ സെക്രട്ടറി, നിങ്ങൾ സെക്രട്ടറി ഒന്നും ചിന്തിക്കില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കാരൻ ഹല്ലേലൂയ $100 അടിച്ച് മാറ്റി കളഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടി. അവസാനം പുള്ളിയും പോയി. 1 മാസം കഴിഞ്ഞ് അല്ലെ 3 മാസം കഴിഞ്ഞ് സഭയെ തിരിച്ചു വന്നപ്പം സഭക്കാരെല്ലാം കൂടെ കൂടി, നമുക്ക് ഏതായാലും പുള്ളിയെ തന്നെ സെക്രട്ടറി ആയിട്ടാക്കാം. ആരെങ്കിലും പറയൂ? യേശുവിനെ തള്ളി പറഞ്ഞവനെ പിടിച്ചു വന്ന് പറഞ്ഞ്, നിൻ്റെ താക്കോലിരിക്കട്ടടാ. അതാ യഥാർത്ഥ സ്നേഹം. യേശു പഠിപ്പിച്ചു, ശത്രുവിനെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കത്തില്ല. പണ്ട് അവനെ എനിക്കിട്ട് വേല വെച്ചതാ, നീ അവനെ എപ്പോഴാണ് വേല വെക്കുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മുടെ മനസ്സിൽ മുഴുവൻ പണ്ടേ വേലയും വെച്ചുകൊണ്ടിരിക്കുക. യേശു അതെല്ലാം ക്ഷമിച്ചു. ഇന്ന് ഇവിടുന്ന് ആലയത്തിൽ നിന്ന് പോകുമ്പം ആരോടെങ്കിലൊക്കെ വല്ല കയ്പും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞേച്ചങ്ങ് പോകും. ഒരു മുള്ളും കൊള്ളല്ലേ. ഹല്ലേലൂയ. ഇട്ടിക്കട്ടെ, അവിടുന്ന് അടിച്ചാൽ എവിടുന്ന് കൊള്ളാനോ? ഇവിടുന്ന് ദേഷ്യമില്ലല്ലോ, നമ്മുടെ ഉള്ളിൽ പകയും വിദ്വേഷവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവസാനത്തോളം എന്ത് ചെയ്യണം? പറ. സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിച്ചവരെ സ്നേഹിക്കണം. നിങ്ങൾക്ക് എതിരായി നിന്നവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ യഥാർത്ഥമാകുള്ളൂ. അതേ ഹല്ലേലൂയ. ഈ ലൈനിൽ സ്തോത്രം നിങ്ങൾ സൂമിൽ കാണുന്നവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്കൂടെ വായിച്ചാൽ വേഗത്തിൽ നിർത്താം. മത്തായിയുടെ സുവിശേഷം 10-22 വാക്യം. മത്തായിയുടെ സുവിശേഷം 10-22 വാക്യം. 10:22. എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപദ്രവവും പീഡയും പ്രയാസവും കഷ്ടതവും രോഗവും ഹാലലി ഇതെല്ലാം വരുമ്പം അവസാനത്തോളം എന്ത് ചെയ്യണം? സഹിച്ച് നിൽക്കണമെന്നേ. അവസാനത്തോളം സഹിച്ച് നിൽക്കണം. നമ്മൾ പറയും, എന്നാൽ ഇത്രയും കാലം എൻ്റെ ദൈവം എന്നോട് കൂടി ഇപ്പം എന്നെ കൈവിട്ടത് എന്താ എന്നൊന്നും ചിന്തിക്കല്ലേ. കൈവിട്ടിട്ടില്ലല്ലോ. കഷ്ടകാലത്ത് അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ബലം ക്ഷയിക്കുമ്പോൾ അവനാ ബലവാനായിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ രോഗത്തിലും കഷ്ടത്തിലും എല്ലാം കർത്താവ് ഉണ്ടെന്നേ. അപ്പം നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുത്തുക സാത്താൻ്റെ വലിയൊരു അടവാണ് കേട്ടോ. സ്തോത്രം.
മനസ്സ് ചഞ്ചലപ്പെടുത്തുക, ഹൃദയം ക്ഷീണിപ്പിക്കുക, ആ രോഗം, ഈ പ്രശ്നം, ഈ സാമ്പത്തിക പ്രശ്നം, ഈ കുഞ്ഞിൻ്റെ വിഷയമൊക്കെ വരുത്തി നിങ്ങൾ പറയണ എന്തെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാർ എന്തെല്ലാം കഷ്ടം സഹിച്ചു. സ്വത്രം അവിടെ എല്ലാം അവർ ക്ഷീണിക്കാതെ ധൈര്യമായിരുന്നു. എങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:10. ഹല്ലേലൂയ. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. യെസ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത എന്ന് പറഞ്ഞാൽ മരണപര്യന്തം പറഞ്ഞാൽ അവസാനത്തോളം എന്ത് ചെയ്യണം? വിശ്വസ്തരായാലേ ജീവകിരീടം കിട്ടത്തുള്ളൂ. ഇത് അവസാനം കൂടെ കലവടക്കല്ലേ കേട്ടോ. സ്വോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ കഷ്ടകാലവും മരണസമയവും ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലർ വിറുവിറുപ്പുകാരും ദേഷ്യക്കാരും ഒക്കെ ആക്കുന്ന പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പേ പറയണം, എന്ത് വന്നാലും ഞാൻ യേശുവിനെ ഒരിക്കലും തള്ളി പറയത്തില്ല, എന്തെല്ലാം പ്രയാസം നേരിട്ടാലും. ഹല്ലേലൂയ. എന്നോട് ഡോക്ടർ ഇവിടുന്ന് പറഞ്ഞെന്നറിയാമോ സഹോദരൻ, നിങ്ങൾ ഒത്തിരി ശ്വാസം പിടിക്കരുത്, കാരണം അടിയിലൊക്കെ ഒത്തിരി പ്രശ്നമാണ്, കുടലിലെല്ലാം ഓരോ പ്രശ്നമാണ്. സഹോദരം, ഞാൻ ഇതേ പിടിച്ചോണ്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചോണ്ടിരുന്ന് വെച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കുകയല്ലേ, കർത്താവ് പറയല്ലേ, നിന്നെ അയച്ചെടുത്ത് നിനക്ക് എന്നെ ആയിരുന്നടാ വിശ്വാസം, എന്നെ ആയിരുന്നു വിശ്വാസം, നിൻ്റെ കുടലിനെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചൊക്കെ പറയുന്നത്. സഹോദരം, പ്രൈസ് ദി ലോർഡ്. എന്നാലും വീണ് മരിച്ചാലും എവിടെ പോകാം? അങ്ങ് സ്വർഗത്തിൽ പാവല്ലോ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു, അങ്ങനെ പിന്നെ എന്തിനാ ഓപ്പറേഷൻ ചെയ്യുക? ഈ വേദന സഹിച്ചപ്പം ആ വേദന സഹിക്കാൻ മേലെ ഞാൻ ഓപ്പറേഷൻ ചെയ്തത്. സ്വത്രം, എല്ലാം പ്രശ്നമാണ് കേട്ടോ. സ്വത്രം, നമ്മളിപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലരും ചോദിക്കും, നിങ്ങളുടെ രോഗം മാറുന്നില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങളുടെ രോഗം? പൗലോസ് അതേ ഹല്ലേലൂയ, അതേ അവൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ മുമ്പിലും പുള്ളിക്കാരൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വത്രം, ശൂലം മാറാൻ പറഞ്ഞപ്പം പറഞ്ഞു എൻ്റെ ഗൃഹമതി എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ അടച്ച്, എല്ലാം കണ്ണുകളെ അടച്ചേ. സ്വത്രം, ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് വന്നവരെ പോലെ പോകുവാനല്ല, അതേ അവസാനത്തോളം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് ധൈര്യശാലികളായി പോകുവാൻ. വല്ല പ്രശ്നങ്ങൾ കാണും പ്രിയമുള്ളവരെ, സാമ്പത്തിക പ്രശ്നം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം, ജീവിതത്തിൻ്റെ ജോലി, രോഗം, കഷ്ടമൊക്കെ കാണും. കർത്താവ് ക്രൂശിൽ മരിച്ചത്, മരണത്തെ ജയിച്ചത് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരുത്തുവാനാണ്. ഉടകമനാന ഇന്ന് ആലയത്തിൽ വന്ന കർത്താവ് ഈ ജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മടങ്ങി പോകുമ്പോൾ അവർ ആളുമാറിയവരെ പോലെ ധീരന്മാരായി, വീരന്മാരായി, ശക്തന്മാരായി മാറുവാൻ ഇടയാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ്റെ മേൽ തന്ന അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ജനത്തിന് പകർന്ന് സൗഖ്യം അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണരാനുള്ള വിടുതൽ കൽപ്പിക്കുന്നു, ധൈര്യം കൽപ്പിക്കുന്നു, പ്രത്യാശ കൽപ്പിക്കുന്നു, ഉറപ്പ് കൽപ്പിക്കുന്നു. ബലത്തോടെ നിർത്തണമേ. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം പിതാവേ. പ്രൈസ് ദി ലോർഡ്. 2 ദിവസം കൂടെ ഞാനിവിടെ കാണും, എന്ന് പറഞ്ഞാൽ തിങ്കളും ചൊവ്വായും. ബുധനാഴ്ച വെളുപ്പിനെ കേരളത്തിലേക്ക് യാത്രയും. എൻ്റെ യാത്രയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത അപ്പോയിൻമെൻറ്റിലുള്ള ക്രെഡിറ്റ് പാർഷക്കുണ്ട്. സമയത്ത് നിർത്തിയുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രം വരാനുള്ളതിനും വെളിപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും മതി. ബാക്കി പിന്നെ വായിക്കും. And what he, the exceeding greatness of his power. രണ്ടുകൂടെ വായിക്കാൻ സമയമില്ല. Exceeding greatness of his power. വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റവൻ.
അനുഗ്രഹിക്കപ്പെട്ട ഒരാലോചനയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവ് നമുക്ക് തന്നത്. തുടർന്ന് ചില കാര്യങ്ങൾ ഇനി അരമണിക്കൂറേ ഉള്ളല്ലോ, പിന്നെ ഗ്രേസ് പീരീഡും ഉണ്ടല്ലോ. ലോക്കൽ ചർച്ചുമുണ്ട്, സാർവത്രിക സഭയുമുണ്ട്. ഒരു വ്യക്തി വളരുന്ന ലോക്കൽ ചർച്ചിലാണ്. അവിടെയാണ് ദൈവം ശുശ്രൂഷകന്മാരെ അപ്പോയിന്റ് ചെയ്താക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും വളർത്താനൊന്നും അവർക്ക് അധികാരമില്ല, പക്ഷെ അവരെ ഏൽപ്പിച്ചവരെ ശരിക്കും നടത്താൻ അവർക്ക് അധികാരമുണ്ട്. പല വിഷയങ്ങളും ചുറ്റുപാടിൽ കാണുമ്പോൾ എന്താണ് എന്തല്ലെന്ന് പറയുവാൻ, പഠിപ്പിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് ദൈവം അതിനുള്ള ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഓർഡിനേഷൻ എന്നറിയാമോ? ഇവാഞ്ചലിസ്റ്റിനെ പാസ്സാക്കുന്ന ഓർഡിനേഷൻ അല്ല, ഞാൻ പറഞ്ഞു, വേർതിരിച്ചിട്ടുണ്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞാൻ പലപ്പോഴും പറയുമല്ലോ, ദൈവം നമ്മെ ആക്കിയ ഇടമുണ്ട്. എന്തുകൊണ്ട് ആദാമേ നീ എവിടെയും ചോദിച്ചു? നിന്നെ ആക്കിയെടുത്ത് നീയില്ല. എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്, ആ മരത്തിൻ്റെ അപ്പുറത്തുണ്ട്, ഇവിടെ ഒറിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഞാൻ നിന്റെ ഇവിടെയല്ലയോ ആക്കിയത്, അവിടെ അവൻ വരത്തുള്ളൂ. ദൈവശബ്ദം എല്ലാവരും കേൾക്കണമെന്നില്ല, എല്ലാവരും പ്രസംഗം കേൾക്കും. ദൈവശബ്ദം താല്പര്യമുള്ളവനെ കേൾക്കത്തുള്ളൂ. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ദൈവത്തോളം വലുപ്പമുണ്ട്. ത്രിയേക ദൈവത്തെയാണ് നാം പിൻപറ്റുന്നുവെങ്കിലും 3 ദൈവങ്ങളല്ല, ഒറ്റ ഒരാളാണ്. അത് യേശുവിന്റെ നാമം മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അങ്ങനെ നാം പഠിക്കണം. ഈ ആഴ്ച സമയം അധികം ലഭിക്കുകയില്ല, ചില കൺക്ലൂഷൻ കൊടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നീട് ദാസൻ ചില 1-2 മാസത്തേക്ക് നാട്ടിൽ പോകുന്നുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ എഫേസ് ലേഖനവും ആത്മനിർഭര ജീവിതവും കണ്ടിന്യൂ ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നാട്ടിൽ പോയ സമയത്താണ് ഇവിടെ പല വിഷയങ്ങളും ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കൺഫ്യൂഷനും ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. തിരിച്ചു വന്നിട്ട് ചില 3 ആഴ്ചകളോടും ഞാൻ പ്രസംഗിച്ച വിഷയം റാപ്ചർ എന്ന വിഷയമാണ്. എന്താണ് റാപ്ചർ? ചിലർ പറയുന്നു രഹസ്യപരമൊന്നും ഇല്ല, ഭൂലോക അബദ്ധമല്ലയോ പറയുന്നത്. അത് കേൾക്കുന്നവരും ആമേൻ പറയാം, അതാ വേറൊരു വിഷയം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കത്തില്ല, ആമേൻ പറയാൻ തയ്യാറായിരിക്കുന്നത്. ആമേൻ പറയരുതെന്ന് പറഞ്ഞില്ല, ആമേൻ പറയണം കേട്ടോ. എൻകറേജ്മെന്റ് മേക്സ് എ ഡിഫറൻസ് ഇൻ പെർഫോമൻസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, പക്ഷെ കേട്ടിട്ട് വേണം പറയാൻ. മർക്കോസിന് അമ്മ വെള്ളത്തിൽ വീണ് ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളും പറയരുത്. വെള്ളത്തിൽ വീണെന്ന് ഹല്ലേലൂയ പറയുന്നത് വെറുതെ ചുമ്മാ അതങ്ങ് ബഹളം വെച്ച് ആലോചന പറയരുത്. പക്ഷേ ആത്മീയൻ ദൈവസ്നേഹത്തെ ഓർക്കും പറയണം. അത് വെറുതെ ചുമ്മാതെ അനങ്ങാതെ പറയരുത്, അനങ്ങി പറയണം. അങ്ങ് ചെല്ലാൻ കാലമുണ്ടെങ്കിൽ അവിടെയും ഇത് തന്നെ, അതും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്. അപ്പം ഇവിടെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ഒന്നും. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ അങ്ങോട്ട് ചെല്ലുന്ന നേരത്തെ പോയി അച്ചാച്ചനെയും ഇപ്പോൾ പോയി അമ്മയും കാണാമല്ലേ ആരാ പോകുന്നത്? അവൻ്റെ തിരുമുഖം നോക്കി അവനെ ആരാധിക്കാനാണ് പോകുന്നത്. സ്തോത്രം. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ. പിന്നെ വേറൊന്നും ഉണ്ടല്ലോ, ആ തകർത്ത ഇടി പോലെ. അയ്യോ, ഒരു കൊള്ളിയാൻ മിന്നുമ്പോഴത്തേക്ക് പേടിയാണ് പിള്ളേർക്ക്. അപ്പം പേടിക്കാതെ ശരിക്ക് കർത്താവിനെ ചോദിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ ശക്തിയുടെ അലവറ്റ വലിപ്പം. എഫേസ് ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാകട്ടോ. ആത്മനിറവിൻ ജീവിതം എന്ന അതിൻ്റെ മെയിൻ തീം. ആത്മനിറവിൻ ജീവിതം. ആത്മനിറവെന്ന് പറയുമ്പോൾ പൗലോസിനോട് പറയുന്ന നീ ആത്മപൂർണനാകണം. ആത്മാവിന് നിറവിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയിലും കാണണം. സ്തോത്രം എന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു വിടാം, പക്ഷേ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതൊരു ക്ലാസ് ആയിട്ട് എടുത്തോ അല്ലെങ്കിൽ പ്രസംഗമായിട്ട് എടുത്തോ, എന്നാലും ദൈവത്തിൻ്റെ ദൈവാത്മാവിൻ്റെ ദൂത് ഇതിനകത്തുണ്ട്. സ്തോത്രം.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം, എല്ലാ 6 അധ്യായങ്ങളുണ്ട് എഫേസ്യ ലേഖനം. എല്ലാ അധ്യായങ്ങളിലും ദൈവ പൈതൽ എവിടെയായിരിക്കുന്നു. സ്തോത്രം. അതിലും അറിയേണ്ടത് നമുക്ക് നമ്മളിപ്പോൾ എവിടെയാ? 1-ാമത്തെ അധ്യായം എന്തുവാ? ദൈവ പൈതൽ ക്രിസ്തുവിലാ. ഹല്ലേലൂയ. നാം അവനിലാ. അതിൽ പൗലോസ് പറഞ്ഞു, എനിക്ക് അവനിലാകണം, അവനെ അറിയണം, അവനിലാകണം, അവനിലിരിക്കണം. സ്തോത്രം. അപ്പൊ ക്രിസ്തു, നാം എവിടെയാ? ക്രിസ്തുവിലാ. നമ്പർ 2, 2-ാമത്തെ അധ്യായം ദൈവ പൈതല് സ്വർഗത്തിലാ. ആണോ? അതെ. ഭൂമിയിൽ നാം ഇരിക്കുന്നുവെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിയിൽ ഉള്ളതല്ല, സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിചാരങ്ങളും നമ്മളുടെ 40 വർഷത്തോളം മരുഭൂമിയിൽ കൂടെ നടന്നു ഇസ്രായേൽ മക്കള്. പക്ഷേ വചനം വായിച്ചാൽ അവർ കാൽച്ചുവട് മരുഭൂമിയിൽ വെച്ചില്ലെന്നാ പറയുന്നത്. അക്ഷരികമായി വെച്ചു. നടന്നാ വന്നേ. അക്ഷരികമായി കാലുകൾ നടന്നാ വന്നില്ല. പക്ഷെ വചനം പറയുന്നു 40 സംവത്സരം ഒരു പിതാവ് തന്നെ മകനെ വഹിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളെ വഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാൽ വീങ്ങിയില്ല, വസ്ത്രം ജീർണിച്ചില്ല. എവിടെ ഇരുന്നാലാ? കരങ്ങളിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനെ പറ്റിയാണ് പറയുന്നത്, ലോകരെ പറ്റിയല്ല പറയുന്നത്. അവർക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ സിസ്റ്റവും ബാധകമാണ്. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ചില നിയമങ്ങൾ ബാധകമാണെങ്കിലും ഭൂമി ലോകത്തിന്റെ സിസ്റ്റം നമുക്ക് ബാധകമല്ല. നാം സ്വർഗീയ സിസ്റ്റം ജീവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ 2-ാം അധ്യായത്തില് ഒരു ദൈവ പൈതൽ സ്വർഗസ്ഥലങ്ങളിൽ, അതുകൊണ്ട് ഭൂമിയിലുള്ള സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും സ്വർഗീയമായതായിരിക്കണം. 3-ാമത് ഒരു ദൈവ പൈതൽ സഭയിൽ, ദൈവസഭ. ഞാൻ എങ്ങനെ ദൈവസഭയിൽ നടക്കണമെന്ന് നിങ്ങൾ അവനെ ഉപദേശിക്കണമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. ദൈവസഭയിലാ കർത്താവ് കാലാകാലങ്ങളെ വിളിച്ച് നമ്മെ ആക്കിയിരിക്കുന്ന. എവിടെയാ? ദൈവസഭയാം കുടുംബത്തിലാ. ഒരു നല്ല സ്തോത്രം പറയണം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു ഭവനത്തിലായിരിക്കുന്നത് പോലെ ഒരു ആത്മാവ് ജനിക്കുന്നത് ദൈവസഭയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്നാനപ്പെടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസഭയിൽ ദൈവമക്കൾ മുമ്പ് നിങ്ങൾ സാക്ഷ്യം പറയണം. ആരെയാണ് രക്ഷിതാവായി സ്വീകരിച്ചത്, എന്താണ് സ്റ്റെപ്പ് എടുക്കുന്നത്, എന്തിനു വേണ്ടിയാണെന്നുള്ള സാക്ഷ്യം പറഞ്ഞ് സഭയെ കേൾപ്പിക്കണം. കാരണം ആ സഭയിൽ ആ കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന ആ കുഞ്ഞിനെ വളർത്തുവാൻ ഉത്തരവാദിത്വം ദൈവസഭയ്ക്കാണ്. അതിനുവേണ്ടി അവൻ ചിലരെ, ബാക്കി പറയാമോ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും പിന്നെ ഇടയന്മാരെയും നിയോഗിച്ചാക്കിയിരിക്കുന്നു. ഇത് ഒരു പ്രസ്ബിറ്ററിയുമല്ല, ഒരു പുക പോകുന്ന പ്രസ്ഥാനമല്ല. അതറിയാമോ എന്തുവാന്ന്? അങ്ങ് വത്തിക്കാനല്ലേ? അതൊന്നുമല്ല. ഇത് ഉയരത്തിലെ അപ്പോയിന്റ്മെന്റാ. ഒരു നല്ല സ്വതന്ത്രം പറയാം. നിങ്ങൾ എന്തിനാ സ്വതന്ത്രം പറഞ്ഞറിയാമോ? ഞങ്ങളുടെ ദേവദാസന്മാരെ ഉയർത്തുന്ന അപ്പോയിന്റ് ചെയ്ത് അതുകൊണ്ടാണ് സ്വതന്ത്രം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അപ്പോയിന്റ്മെന്റ് എവിടുന്നാ? ഉയരത്തിലെയാ. ഇനി അതുകൊണ്ട് ആ ജനത്തെ ആത്മീയത്തിൽ വളർത്തുക എന്നുള്ളതാണ് ദൈവഭൃത്യന്മാരുടെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ അങ്ങേയും ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച് നീ വിശ്വസ്തയോടെ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. കാര്യം തീർക്കുന്ന നാളിൽ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 3-ാമത്തെ അധ്യായത്തിൽ എവിടെയാ? സഭ എവിടാ? ദൈവവേദന എവിടെയാ? ദൈവസഭ. 4 ദൈവ പൈതൽ ലോകത്തിൽ. അവിടോട്ട് പോകണ്ട. മറ്റടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല. എന്നും പർവ്വതത്തിൽ മാത്രമല്ല, താഴ്വരയിലും പോകണം. പർവ്വതത്തിൽ അത് ഇവിടെ ഇരിക്കുന്നത് മറുമലയിലെ. അയ്യോ, ഇതുപോലെ ഞങ്ങൾ ഇതുവരെയും തേജസ് കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നല്ലത്, ഞങ്ങൾ 3 കുളിലുണ്ടാക്കട്ടെ. കർത്താവ് എന്താ പറഞ്ഞ? ഇനി ഇവിടെ തന്നെ താഴോട്ട് പോകണ്ടെന്ന് പറഞ്ഞു.
ഇല്ല. എന്നും മറുവമലയുടെ അനുഭവമല്ല, താഴ്വരയുമുണ്ട്. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം താഴ്വരയിൽ നിവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, to reflect his image in this world. ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത് അവന്റെ സ്വരൂപം നമ്മിലായാൽ നമ്മിൽ കൂടി അവന്റെ സ്വരൂപം മറ്റുള്ളവരെ കാണാനാ. To reflect his image in me. എന്നിൽ കൂടെ, through me, എന്നിൽ കൂടെ അവൻ ആരെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ വ്യക്തികളെയും കുടുംബങ്ങളെയും രാഷ്ട്രത്തെയും ദൈവം തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കിയത് ദൈവം ഒരുവൻ ഉണ്ടെന്ന് ഭൂമിക്ക് വെളിപ്പെടുത്താനാ. അങ്ങനെയാ ആരംഭം മുതലേ അങ്ങനെയാ വന്നത്. നോഹയും ഹാനോക്കും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും അവനിൽ കൂടെ ഒരു നേഷൻ. ദൈവം അറിയാതെ ഇസ്രായേൽ എന്ന നേഷനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇസ്രായേലിനോട് പ്രസംഗിക്കുമല്ല, അതിനും പ്രസംഗിക്കുക, അതേ ഉള്ളൂ. ദൈവം അറിയാതെ. പക്ഷേ അതിന് ഒരു സമയമുണ്ട്, എല്ലാത്തിനും അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട്. അപ്പൊ ദൈവം എവിടെയാ? ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. ഈ ലോകത്തിൽ ജീവിക്കണം. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നാം അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ വീട്ടിൽ മാത്രം കാറ്റ് വന്നില്ല, അയലോക്കത്തെല്ലാം മരം വീണു. അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്തൊക്കെ അങ്ങനെ ആദ്യം എത്തും നല്ലതായിരുന്നു. ചില പറഞ്ഞു എന്നെ മാത്രം ദൈവം രക്ഷിച്ചു, അവനെ കൊന്നു. അതൊന്നും പറയുന്നത് ഒരിക്കലും അങ്ങനെ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, അവൻ എനിക്ക് വേണ്ടി നിന്ന് അവനെ ദൈവം കൊന്നു കളഞ്ഞു. അതൊന്നും പറയുന്നത് ദൈവവായുധത്തിലുള്ള വ്യവസ്ഥയല്ലത്. പിന്നെ കേൾക്കാൻ സുഖമാണെന്നേ ഉള്ളൂ. അങ്ങനെ എന്നെ നിന്നപ്പം അവൻ എനിക്ക് അവനെ ദൈവം തട്ടിക്കളഞ്ഞെന്നൊക്കെ പറയാൻ. പക്ഷെ അങ്ങനൊന്നും പറയരുത്. ബൈബിളിൽ അങ്ങനെ വചനമില്ല. നമ്മെ പഠിപ്പിച്ച ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പം കേട്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്രൂശിച്ചവനോട് ക്ഷമിക്കാനാ പിതാവിനോട് പറഞ്ഞത്. ഇത് കേട്ടവൻ മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ക്രൂശി അവനത് കേട്ടു. ശിമോനത് കേട്ടു. ശിമോനല്ലയോ? അതെ, ക്രൂശി അവൻ തിരിച്ച് എന്തോ മാനസാന്തരപ്പെട്ടുള്ള. ഹല്ലേലൂയ. അപ്പൊ ക്രൂശി കിടക്കുന്നവൻ, ഇടത്ത് കിടക്കുന്നവൻ, വലത്ത് കിടക്കുന്നവന് വേണ്ടി പറയുക. പിന്നെ ഇവ ചെയ്ത് പറയുക, ഇവരെ അറിയാതെ ചെയ്തതുകൊണ്ട് ഇവരോട് ഈ മാതൃക വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഞാൻ മുമ്പിൽ പോട്ടെ. അപ്പോൾ നാലാമത്തെ ലോകത്തിൽ, ദൈവവേദന ലോകത്തില്ല, പിന്നെ ദൈവവേദന കുടുംബത്തിൽ, ഫാമിലി. ഇത് പറയാതൊന്നും ദൈവം വിട്ടിട്ടില്ല. വിവാഹ ശുശ്രൂഷയൊക്കെ നടത്തുന്നത് വലിയ സന്തോഷമാകട്ടോ. ഒരു ആണിനെയും പെണ്ണിനെയും യോജിക്കുന്നതല്ല അവിടെ വിഷയം. ക്രിസ്തുവും സഭയും അവിടെ വിഷയം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ആ ശുശ്രൂഷ തോന്നിയിട്ടുണ്ട്. ഒരു ചെറുക്കനും പെണ്ണും വിട്ടിരിക്കുമ്പോൾ അവരെ യോജിപ്പിക്കുന്നതല്ല വിഷയം, അവരെ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, അതാ വിഷയം. ഹല്ലേലൂയ. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ നിശ്ചയം നടന്നതിന്റെ ലക്ഷണമാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. മനസ്സ് തമ്മിൽ കൊടുത്തതാ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം കൊടുത്ത ദിവസം ഒന്ന് ഓർക്കുന്നത് നല്ലതല്ലേ? ആർക്കും വേണ്ടാതെ, ആരും കാണാതിരുന്ന എന്നെയും നിന്നെയും ഒക്കെ ഒരു നല്ല ലോകത്തിൽ സുന്ദരനായവൻ വന്ന്, ഹല്ലേലൂയ. ബൈബിളിന്റെ വാക്യം, വിലക്ഷണയ്ക്ക് വിവാഹം നിശ്ചയിച്ചാൽ അവൾ നിമിത്തവും. ഓർക്കുന്നുണ്ടോ വാക്യം? ലക്ഷണമില്ലാത്തവർക്ക് വിവാഹ നിശ്ചയം. ഏത് ചെറുക്കം വന്നാലും അവളെ ഇഷ്ടപ്പെടത്തില്ല. ക്ഷമിക്കണേ, ഞാൻ ആരുടെയും നേരെ നോക്കുന്നത്, സഹോദരന്മാരുടെ നേരെ നോക്കുന്നത്, പാസ്റ്റർമാരെ നോക്കുന്നത്. മറ്റൊരു നോക്കിയാലോ, എന്നെയാ പറഞ്ഞെന്ന് പറയത്തില്ല. നല്ല കാര്യം കൂടെ പറയാം. ഏത് ചെറുക്കം വന്നാലും എന്തെങ്കിലും. ഒരിക്കലും ഒരുവൻ വന്നു, 10,000ങ്ങളിൽ അവർ നല്ല സഹോദരൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ക്രിസ്തുവെന്ന, പൗലോസിന്റെ എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാഷയാണ്, ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കുടുംബം, ഭവനം ആരംഭിച്ചു. എന്തിനാ ഹവ്വായെ ആദാമിന്റെ വേദത്തിൽ കുടുംബമാക്കിയത്? അതാണ് ഒന്നാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ്.
ഭൂമിയിൽ ദൈവം ആരംഭിച്ച ഒന്നാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫാമിലിയാ. കുടുംബം. അതിന് നായകനും അവൻ തന്നെയാ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സ്തോത്രം. ഓക്കെ, ദൈവവചനം എവിടെയാ? ഭവനത്തിൽ. ആ ഭവനത്തിലെ ദൈവം അവിടെയും അതൊരു സഭയാകട്ടോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞിൻ്റെ ആദ്യ സഭ ഏതാ? EPC ഒന്നുമല്ല, അവൻ്റെ ഭവനമാ. അവൻ്റെ പാസ്റ്റർ ആരാ? അപ്പനായിരിക്കണം. ബാക്കിയോട് കേൾക്കണേ. പിന്നെ അവനെ വളർത്തേണ്ടതാരാ? കുഴപ്പം വന്നാൽ പാസ്റ്ററെ കുറ്റം പറയരുതേ. സമയം കണ്ടെത്തി അവരെ വാക്യം പഠിപ്പിക്കാൻ ഉത്തരവാദിത്വം എടുക്കണം. ആരും നല്ല സ്വത്രം പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒത്തിരി ബിസി ആയാൽ അവർ വളരുമ്പോൾ അവരും ബിസിയായി പോകും. നമുക്ക് വേണ്ടി ദൈവം ഞാനും നീ എനിക്ക് തന്ന പറയണം. അത് കർത്താവിനെ കുറിച്ചാ പറയുന്നെങ്കിലും അത് നമ്മളുള്ള ദൈവവചനമാണ്. ഞാനും ആ നിലയിൽ നാം പ്രാർത്ഥിച്ച ആ വിഷയത്തിൽ വിടുതൽ കുടുംബത്തിൽ അവനുണ്ട്. അവനാണ് നായകൻ. ഞാൻ പറയാറുണ്ട്, ഈ ഉണർവ് ആരംഭിക്കുന്നത് സഭയിലല്ല, വ്യക്തികളിലും ഭവനത്തിലുമാണ്. ഭവനത്തിൽ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിനിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ സഭയിലും അങ്ങനെ ആയിരിക്കും. ഒരു നല്ല തോന്നലും പറയണം. ഇന്ന് ഏറ്റവും കൂടുതൽ വിഘടിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി ഞാനിപ്പം പറയുന്നില്ല, അടുത്ത് പറയാം. എത്ര അധ്യായം വരെയായി? 5. ഇനി എത്ര ഉണ്ട്? ദൈവത്തിൽ പോർക്കളത്തില്ല. ഈസിയായി എടുക്കരുത്. നാം പോർക്കളത്തിലാ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കും. നമ്മളെ എങ്ങനെയെങ്കിലും ഇന്ന് ആരാധനയ്ക്ക് വന്ന് സന്തോഷത്തോടെ കൈകൊട്ടി അടുത്ത ആഴ്ച ഞാൻ കൈകൊട്ടിക്കുന്നു കാണാം എന്ന് പറയുന്ന ഒരുവൻ പുറയുണ്ട്. പിശാചില്ല, പോരാട്ടമില്ലെന്നും ഞാൻ പറയുന്ന ആളല്ല. ഞാൻ പക്ഷെ പോരാട്ടം ഉണ്ടെന്നും ദൂത് പറയുന്ന ആളല്ലേ ഉള്ളൂ. പിശാചില്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞില്ലെന്ന്? അവൻ ഏറ്റവും ശത്രുത ആരോടാ? ദൈവമക്കളോടാ. ഇന്ന് നീ സന്തോഷത്തോടെ ആരാധിച്ചാൽ അടുത്ത ആഴ്ച നീ മൗനമായി നിന്ന് ആരാധിക്കത്തക്കവണ്ണം 6 ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാര്യം ഒപ്പിക്കാൻ അവൻ നടക്കുക. നമ്മൾ പലപ്പോഴും അതിനകത്തൊക്കെ വീട് പോവും. ആകരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു, എന്നാ പ്രാപിച്ചു ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അതിനൊന്നുമല്ല. എൻ്റെ ഭാഷ എന്ന വിഷയത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അത് പിന്നെ പറയാം. ഇപ്പം അതല്ല ഒരു വിഷയം. അതിനല്ല ഒരു വിഷയം എന്നാൽ ഹൗ ടു ഓവർകം ഇറ്റ്. അതാണ് ഞാൻ വായിച്ചത്. എന്താ വായിക്കുന്നത്? എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. വിശ്വസിക്കുന്നവരിൽ. എല്ലാവരും വ്യാപരിക്കുമോ? ഇല്ലെന്നേ. പെന്തിക്കോസ് പള്ളിയിൽ പോയെന്ന് വിചാരിച്ച അഭിഷേകം ഒന്നും കിട്ടുന്നില്ല. സ്തോത്രം. താല്പര്യമുള്ളവനെ ഞാൻ നിറയ്ക്കുന്നത്, ആത്മപൂർണനാകുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് മാത്രം ഇമ്മെഷറബിളാ. അത് ആംപ്ലിഫൈഡ് വർഷം എഴുതിയിരിക്കുന്നത് ഇമ്മെഷറബിൾ പവർ എന്നായിരിക്കും. അളവില്ലാത്ത എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം എന്തുവാ? എത്ര വേണോ അത്ര, എത്ര മതിയോ അത്രയും. നമ്മളല്ലയോ ലിമിറ്റഡ്. ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി. ആരാ പറഞ്ഞു പോരെന്ന്? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പോലെ നമ്മളുടെ ബൈബിളിൽ വാക്യമുണ്ട്, കാലാളുകളോടുകൂടെ കുതിരകളോട് എങ്ങനെ ഓടും? മതിയെന്ന് പറയുന്ന കാലാളാണെങ്കിൽ കുതിരയോട് ഓടാൻ വേണ്ടി ആക്കിയിരിക്കുന്നത്. ഇനി എൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഈ ചാപ്റ്റർ
1 എഫേസ്യൻ പഠിക്കുന്നത്. അപ്പോൾ ചോദിച്ചാൽ പറയുമല്ലോ ഇപ്പം അല്ലേ? 1-ാം അധ്യായം, 2-ാം അധ്യായം, സ്വർഗത്തിൽ 3-ാം അധ്യായം, 4-ാം അധ്യായം, 5, 6 പോർക്കളത്തിൽ സർവായുധ വർഗം ധരിച്ചോണം. സ്വതന്ത്രം. മുമ്പോട്ട് പോട്ടെ. 1:15 ഞാൻ നിങ്ങളെക്കുറിച്ച് അത് നിമിത്തം, ഈ 14 വരെയുള്ള വാക്യങ്ങൾ അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അത് നിമിത്തം ഈ 14 വരെയുള്ള വാക്യങ്ങൾ ഒരു ദിവസം പാർശ്വം സംസാരിച്ച് ചെയ്ത് അത് നിമിത്തം അതല്ല വിഷയം ഇപ്പോഴത്തെ. അത് നിമിത്തം ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടു. അപ്പം നിങ്ങളെക്കുറിച്ച് കേൾക്കും, അങ്ങനെ ഇരിക്കുന്നത്. എന്തുവാ കേട്ടത്? അല്ലല്ല, അത് ശരിയാ, ശരിയാ. പക്ഷെ അതിന് മുമ്പൊന്നുണ്ട്. വെറുതെ വിശ്വാസമല്ല. ഞങ്ങളൊക്കെ ബാർബർ ഷോപ്പിൽ പോയിരുന്ന് തലയല്ല മുടി വെട്ടാൻ പോകുമ്പോൾ തല വെട്ടത്തുള്ളത് വിശ്വാസമാണ് നമുക്ക്. മുടിയെ പുള്ളി തല, അതാണ് വിശ്വാസം. ഈ നിന്റെ വിശ്വാസം അങ്ങനെയുണ്ട്. ഈ ആ ഒരു വാക്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കുമെന്ന്. അങ്ങനൊന്നും ബൈബിൾ വാക്യമില്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതിനെപ്പറ്റി കേൾക്കേണ്ടത്. നമുക്ക് രോഗം വന്നാൽ സൗഖ്യമാകും എന്നുള്ള വിശ്വാസമുണ്ട്, തെറ്റല്ലത്. പക്ഷെ കേൾക്കേണ്ട രോഗസൗഖ്യമല്ല, അവങ്കലുള്ള വിശ്വാസം കേൾക്കേണ്ടത്. രോഗസഭയ്ക്ക് ഉണ്ടോ ഇല്ലയോ അത് ദൈവത്തിന്റെ പരിപാടിയാ. പ്രാപിച്ച അനുഭവമുള്ള എത്രയോ പേര് വിളിക്കുന്നു, ഞാൻ സഹിതം. അവൻ സൗഖ്യദായകനാണെന്നേ. പക്ഷേ അതല്ല എൻ്റെ വിശ്വാസം. എനിക്കൊരു രോഗം വന്നാൽ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസമല്ല എനിക്ക്. സൗഖ്യമകത്ത് ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, പക്ഷെ എൻ്റെ വിശ്വാസം അവനിലാ. സൗഖ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. അടുത്തത് സകല, നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്നേഹം കർത്താവിനോട്, അതിന് ഒരു തെറ്റുമില്ല, അങ്ങനെ വേണ്ടത്. പക്ഷെ അങ്ങനെ കർത്താവിനോട് സ്നേഹമുള്ളവൻ ആരോട് സ്നേഹമുണ്ട്? പുറയിൽ എന്താ, വെളിയിൽ എന്താ കേട്ടത്? ഹലോ, സകല വിശുദ്ധന്മാരോടും തമ്മിലും അങ്ങനല്ലേ എൻ്റെ അർത്ഥം? അതോ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയോ? സകല വിശുദ്ധന്മാരും. ഈ സകല സാമർത്ഥ്യം നമ്മൾ അടുത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സ്നേഹം ഉണ്ടായാൽ മതി. ഈ സാധാരണ ഉപദേശം കൈ കൊടുത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അങ്ങനെ ഞാൻ പറയിപ്പിക്കുന്നില്ല. അങ്ങനൊന്നും വേണ്ട, ഞാനങ്ങനെ പറയിപ്പിക്കുക. അത് പറയുമ്പോൾ വല്ല അർത്ഥമുണ്ടോ? എന്നാൽ അടുത്തിരിക്കുന്ന സഹോദരന് വേണ്ടി ഒരു സ്വതന്ത്രം പറയാമോ? എന്നിട്ട് പോലും മിണ്ടാത്ത പലരുമുണ്ട്. പിന്നെ കൈ കൊടുത്തിട്ട് അർത്ഥമുണ്ടോ? ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ അടുത്തിരിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിനാൽ സ്വതന്ത്രം. അതിൻ്റെ അടുത്ത് എൻ്റെ പറയാൻ താങ്കൾ നാളെ വന്നില്ലെങ്കിൽ എനിക്ക് പ്രയാസമാകുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് അടുത്തടുത്തിരിക്കുന്നവർ അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചു നോക്കണം, എന്താ സഹോദര വരാൻ. ഇതെല്ലാം ഭാഷ വിളിച്ചിരിക്കുക. ഭാഷ വിളിച്ചില്ല, ഭാഷ ആരൊക്കെ വിളിച്ചു? സഹോദരൻ പറയാം, ഞാൻ ഈ വാട്സപ്പിലൊക്കെ നിങ്ങളൊക്കെ സുഖമാണോ, ചിലരൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. സുഖമാണോ അസുഖമാണോ? കാരണം 3-4 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഫോണൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ എന്നെ ഒന്നും ആരും വിളിച്ചു പോലുമില്ല. അതാ വേറൊരു വിഷയം. കുറേ വർഷം ആ വാട്സപ്പ് എപ്പോഴും മിക്കവാറും എല്ലാവരുടെയും കയ്യിലാണല്ലോ ഫോണ്. ആ വാട്സപ്പിനകത്ത് EPC ഫാമിലിക്കകത്ത് നിങ്ങൾ സുഖമാണോ, എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആലേ ലൈറ്റ് ഉണ്ടോ ഇല്ലെന്നെങ്കിൽ ഇട്ടാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ പ്രാർത്ഥിക്കാൻ. ഒരു സ്തോത്രം പറയാം. സകല വിശുദ്ധന്മാരോടും. ഇതെവിടെ കേട്ടു? നിങ്ങൾ പിണങ്ങാതെ, സമയം പോയി, എനിക്ക് എൻ്റെ സമയം പോവല്ലേ. എവിടെ കേട്ടു? ഇനിയും പുറകെ 24 കണ്ടുണ്ട്, 10-5 ആയുള്ളൂ, ബാക്കി ഇനിയും വരുന്നുണ്ട്. അന്നേരം വിളിച്ചാൽ മതി. അത് മനസ്സിലായില്ലയോ? ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹവും. ചില അതിന് മുമ്പ് പ്രിയ ജയ്സന് ക്രിസ്തുമസിനെ പറ്റി
അത് നന്നായി നിന്നു. എന്താ സഭയെ വിവേചിക്കാൻ പറയുന്നത്? ശരീരത്തെ വിവേചിക്കാൻ. ഒന്ന്, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം. രണ്ട്, സഭ. തമ്മിൽ തമ്മിൽ സ്നേഹവും ഐക്യതയില്ലെങ്കിൽ നീ ദ്രവത്താഴം എടുക്കരുതെന്നല്ലേ എൻ്റെ അർത്ഥം. അടുത്തയാൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കാൻ പോലും താല്പര്യമില്ല. ആ ഭാഷ കാര്യമല്ല പറഞ്ഞ്, നമുക്ക് പറയാമല്ലോ. അടുത്ത ആളിനെ നോക്കാൻ പോലും താല്പര്യമില്ല. പ്രൈസ് ലോർഡ് അത് ഇങ്ങനെ കൊടുക്കുന്നേ. എന്നിട്ട് ദേവേശ യേശുപര. പഴയ ആൾക്കാർക്കറിയാം, ഞങ്ങളുടെ നിലമ്പൂര് പുല്ലഞ്ചേരി വീട്ടുപേര് പറഞ്ഞ അറിയും, പറയത്തില്ല. എൻ്റെ ബന്ധക്കാരാ. അപ്പച്ചനും അമ്മച്ചും കൂടെ ഭയങ്കര ബഹളം രാവിലെ. അവസാനം യഹോവയുടെ കൈ വീരം പ്രവർത്തിച്ചു. പഴയ ബന്ധുക്കുത്തുകാരാ, നല്ല സാക്ഷ്യമുള്ള ഭവനമാ. ഏത് യഹോവയുടെ ആരുടെ കൈ എന്നറിയാമല്ലോ? അപ്പൻ്റെ കൈ. അങ്ങനെ വീരം പ്രവർത്തിച്ചപ്പോൾ അപ്പം വിചാരിച്ചു ഞാൻ ഇന്ന് യോഗത്തിന് പോകും. അപ്പനാ അവിടെ സങ്കീർത്തനം വായിക്കേണ്ടത്. നോക്കണം, ഞാൻ ഇന്ന്. അമ്മ വിചാരിച്ചു ഞാനും ഇന്ന് പോകുന്നില്ല. രണ്ടുപേരും കച്ചമുറി അതും ഇതൊക്കെ മാറ്റിയിട്ടു. കുറച്ച് ചോദിച്ചാൽ അമ്മ വിചാരിച്ചു ഞാനെന്തിനാ പോകാതിരിക്കുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തല്ലോ. അമ്മച്ചി അങ്ങോട്ട് മാറി കച്ചമുറിയൊക്കെ കൊടുത്തോണ്ട് ഇതുവഴി ഇറങ്ങി പള്ളിയിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അഹങ്കാരം, അവളല്ലേ ചോദിച്ചാൽ ഞാനെന്താ പോകാതിരിക്കുന്നത്. അപ്പനും പോയി. രണ്ടുപേരും ഇരിക്കുക. അവസാനം കർത്തൃമേശ, അന്ന് എല്ലാ ആഴ്ചയും ഇത് വേണമല്ലോ കർത്തൃമേശ. ഇതുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പൻ അവിടുത്തെ മൂപ്പൻ. അപ്പോൾ അപ്പന് ഭാഷയ്ക്ക് ഇത് വല്ലതും അറിയാമോ? ഭാഷ ഇത് നുറുക്കി അപ്പൻ്റെ അപ്പയും അമ്മ നിങ്ങളിന്ന് പോയിക്കോട്ടെ എങ്ങോട്ടാണ്. നടന്ന കാര്യം അഞ്ചനാട്ട കുടുംബമാണ്. ബാക്കി ഞാൻ പറയുന്നത് ആരാന്ന്. പുല്ലഞ്ചേരില്ല, രണ്ടുപേരും ഇല്ല ഇപ്പം അങ്ങോട്ട്. അപ്പൊ ഞാൻ നിങ്ങളെ പറ്റി കേട്ടു. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസവും സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹവും കേട്ടപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടുത്ത ഇരിക്കുന്ന ആളിന് വേണ്ടി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി സ്തോത്രം. പൗലോസ് പറയാ ഞാൻ ഇവിടെ ഇത് പ്രിസനാ. ഞാൻ ഇവിടെ അവൻ എന്തോ ഓർക്കുന്നത്, എഫെസോസിൽ അവൻ ശുശ്രൂഷിച്ച സഹോദരന്മാരെ ഓർക്കുക. വൺ വേ ഓർ അതർ അവരെ കുറിച്ചുള്ള സാക്ഷ്യം ഇവർ കേട്ടു. ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിൽ ഞാൻ മുഖാന്തരം വളർന്നു വന്ന സഭ ഇപ്പോഴും അതേ വിശ്വാസം നൽകുന്നു. അങ്ങനെ കേൾക്കുന്ന ദേവദാസന്മാർക്ക് അഭിമാനം കേട്ടോ. നിങ്ങൾ എന്തോ തന്നോ തന്നില്ലയോ അതല്ല വിഷയം. നമ്മെക്കുറിച്ച് കേൾക്കുന്ന സാക്ഷ്യമാ ദൈവമക്കൾക്ക് ദൈവഭക്തന്മാർക്ക് ആനന്ദമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേ വാക്യമാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിലും പറയുന്നത്. ഞാനിവിടെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഞാൻ ഇവിടെ സന്തോഷിക്കുക നിങ്ങളെ ഓർക്കുമ്പോൾ. ദൈവമക്കളെ, ദൈവഭക്തന്മാരെ, നിങ്ങളെ പഠിപ്പിച്ചവർ, നിങ്ങളെ ഉപദേശിച്ചു തന്നവർ, നിങ്ങൾക്ക് മാതൃകയായിരിക്കുന്നവർ, അവർ നിങ്ങളെ ഓർത്ത് സന്തോഷിപ്പാൻ സാഹചര്യം ഒരുക്കണം. ഇതാ ദൈവസഭ. സ്തോത്രം. എപ്പോഴും നാം കൂടുന്ന ലോക്കൽ ചർച്ചും ദൈവത്തിന്റെ ക്രമീകരണം ഓർത്ത് പ്രത്യേകം ദൈവം സ്തുതിക്കണം. ദൈവത്തിന്റെ സെറ്റപ്പാ. പലർക്കും ഭാഷ ക്ഷമിക്കണേ, പലർക്കും വിസിറ്റിംഗ് ഭാഷേഴ്സിനാ ലോക്കൽ ഭാഷയേക്കാൾ കൂടുതൽ താല്പര്യം. ഭാഷ ക്ഷമിക്കുമല്ലോ, ക്ഷമിച്ചില്ലെങ്കിലും പറയാതിരിക്കും. അത് തന്നെ. അയ്യോ, കൊച്ചു പൂച്ചക്കുഞ്ഞ് തള്ളക്കുഞ്ഞ് കഴുത്തിന് പിടിച്ച് കൊണ്ടുവന്നുകൊണ്ടോ നിങ്ങൾ അറിയും?
എങ്ങനെ കൊണ്ടുവന്നേ? ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന പോലെ ആ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പോലും അറിയാതെ പ്രവാചകന്മാർ വീട്ടിൽ കൊണ്ടുപോകുന്നു. പിന്നെ അതിൻ്റെ കേടുപാട് തീർക്കാൻ നമുക്കാവും ഉത്തരവാദിത്വം. എന്നെ കൂടെ വിളിക്കേ കൂടെ. പുള്ളിക്ക് കൊടുക്കുന്നതിന് ഇച്ചിരി ഒരു ചായ എനിക്ക് കൊടുത്താ, ചെക്കൊന്നും വേണ്ട, ആ പുള്ളിക്ക് കൊടുത്തു. പക്ഷെ ആ ചായതാ കുറഞ്ഞ പക്ഷെ ആ പുള്ളി എന്തോ അവിടെ ദൂത് പറയാൻ ഞാൻ അവിടെ കേൾക്കട്ടെ. ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ അറിയാത്ത ഒരു ദൂതും ആരും കേൾക്കണ്ട. നിങ്ങൾക്ക് ആർക്കും പ്രയാസം കൊണ്ട് കൈപൊക്കിക്കേ. ഈ ട്രെയിൻ അങ്ങോട്ട് എത്തിക്കുന്ന ഉത്തരവാദിത്വം എനിക്കാ, വരുന്നവനല്ല. ഞങ്ങൾക്കാ, വരുന്നവനല്ല. അതുകൊണ്ട് കൈയും തലയും പുറത്തിടരുത്. നാട്ടിലൊരു ബസ്സിൻ്റെ അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന 1, 2, 3 സീറ്റിൽ ഇരിക്കുന്നവർ ഉറങ്ങരുത്. 2 കൈയും തലയും. എന്താ കാര്യം? മുമ്പിൽ ഇരിക്കുന്ന ഉറങ്ങിയാൽ ഓടിക്കുന്നവന് ഉറങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനൊക്കെ വെക്കുന്നത്. ഇത് പൊട്ടാതിരിക്കുന്ന ഭാഗ്യം. നിങ്ങളെല്ലാം മുമ്പിലാ, പുറയിലാണെങ്കിലും. ഉറങ്ങരുതെന്നേ. കാരണം ഞാൻ പറഞ്ഞില്ല, പാട്ട് പാടുമ്പോൾ ഉറങ്ങിക്കോ, പക്ഷെ തിരുവചനം കേൾക്കുമ്പോൾ ഉറങ്ങരുത്. ഇതുപോലെ നല്ല ഭാഷ എവിടെ? പാട്ട് പാടിക്കുമ്പോൾ ഉറങ്ങിക്കോളാൻ. ബാക്കി ലിജിപ്പാട്ട് കൈകാര്യം ചെയ്തോളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തിരുവചനം ഞാൻ പറയട്ടെ, അരമണിക്കൂറോ 3/4 മണിക്കൂറോ എത്രയെങ്കിലും പാട്ട് ദൈവാത്മാവാണ് ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഒരു ദൂത് പ്രസംഗിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടുമുണ്ട്. ഞങ്ങൾ ആരും ഒന്നിനും അതീതരല്ല. ഞാൻ പലപ്പോഴും പറയട്ടെ, ഇവിടെ നിൽക്കുമ്പോൾ ചില വെളിപ്പാടുകൾ കിട്ടും ഞങ്ങൾക്ക്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വെളിപ്പാട് കിട്ടി വരുന്നതല്ല, ചിലപ്പോൾ ഈ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന വെളിപ്പാടുണ്ട്. അത് എന്നോട് തന്നെയായിരിക്കും. ഈ പുള്ളിക്കാട്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച നേരത്തെ കിടന്ന് ഉറങ്ങും, ഞാൻ ഉറങ്ങത്തില്ല. ഈ പുള്ളിക്കാരത്തി അറിയാതെ ഈ തിരുവചനം എന്നോട് പ്രസംഗിച്ചുകൊണ്ട് അവിടെ ലിവിംഗ് റൂമിൽ നടന്നിട്ട് അങ്ങോട്ട് വരുന്നത്. അതെന്നോട് സംസാരിച്ചു എന്ന് അറിയാതെ ഞാൻ നിങ്ങളോട് പറയത്തില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കട്ടെ വചനം. നമ്മോട് സംസാരിക്കാത്ത വചനം വേറൊരു കൊടുക്കരുത്. ഈ വചനം അങ്ങനെയാ, ആരും ഇതിൽ മേളിലല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടു, നിങ്ങൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും തമ്മിലുള്ള സ്നേഹവും. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെ പറഞ്ഞിട്ടാണ് താഴോട്ട് വരുന്നത്. അതെല്ലാം ഒന്നും പറയാൻ സമയമില്ലെങ്കിലും അതിൻ്റെ താഴത്തെ ആ വാക്യം മാത്രം ഒന്ന് പറഞ്ഞ് നിർത്താൻ പോകാൻ സമയമില്ല. അവൻ്റെ ശക്തിയോടെ. അതിന് എത്ര ഭംഗിയായ, എത്ര നാളുകളുടെ പ്രസംഗ വിഷയം എന്നറിയാമോ? അത് ഹൃദയദൃഷ്ടി, പരിജ്ഞാനം അവനെക്കുറിച്ച്. ഇതൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിയാൽ ആത്മീയൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ടേക്ക് ഇറ്റ്, നെയിം ഇറ്റ്, ഗ്രാബ് ഇറ്റ് കേൾക്കാനും ഇഷ്ടം. അതല്ല നമ്മുടെ നിത്യതയെ കൊണ്ടെത്തിക്കുന്ന കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ അവസാനം പറയാം, നിങ്ങൾ അളവറ്റ വലിപ്പം, അതല്ലയോ, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ. അടുത്ത വാക്യം, അവൻ
അങ്ങനെ അവൻ, ആരായി അവൻ? പരിശുദ്ധാത്മാവ്. ഈ അളവറ്റ വലിപ്പം ആരാ? അളവറ്റ വലിപ്പം. ഞാൻ പറഞ്ഞില്ല ആദ്യം, മൂന്നും ഒരാളാ, മൂന്നിലും വ്യാപരിക്കുന്ന ഒന്ന് തന്നെയാ. ആണോ അല്ലയോ? അതിൽ ഒരുവന്റെ പേര് സർവശക്തിമാൻ. ആരാ അത്? പിതാവായ ദൈവം. അബ്രഹാമേ, ഞാൻ എന്നെ തിരുന്ന് പരിചയപ്പെടുത്തട്ടെ അതൊന്ന് പറഞ്ഞാട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ. എന്റെ പേര് സർവശക്തിമാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മിലിറ്ററി ഒരു ട്രക്കിന്റെ പേര് ശക്തിമാൻ. ഏത് പാറ്റൻ ടാങ്കും എവിടെ കടന്നാലും പൊക്കിക്കൊണ്ട് വരും. അതിന്റെ പേര്, ഞാൻ മിലിറ്ററി ജോലി ചെയ്താ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിന്റെ പേരാ അത്, ശക്തിമാൻ. പക്ഷെ നമ്മുടെ ദൈവം എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നത് മാത്രമല്ല, അവൻ സർവശക്തിമാൻ. അപ്പൊ പിതാവായ ദൈവത്തിലുള്ള ശക്തി ഇവിടെ വായിക്കുന്ന 19-ാം വാക്യം പറഞ്ഞെടുത്തത് ആ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പം. ചില അടുത്ത ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധാത്മാവെന്ന വിഷയം കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ്, എന്തല്ല, എന്ത് ചെയ്യുവാൻ കഴിയും, എന്താണ് നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ ചെയ്യുന്നത്, എവിടെ കൊണ്ടെത്തിക്കുന്നത്, ആരാ, ഇത് നാം പഠിക്കണം. ഒരു സ്വതന്ത്രം പറയാമോ? കാരണം 40 ഇനി 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പിരിയാനുള്ള സമയമുള്ളൂ. എന്നാലും തുടങ്ങി വെച്ചേക്കാം. ആദിയിൽ ദൈവം. എവിടാ? പുസ്തകം തുടങ്ങുന്നത് എത്ര നല്ല മനോഹരമായ ഒരു വാക്യമാണ്. ആണോ? പുസ്തകം തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ്. അതായിരിക്കട്ടെ പ്രഥമ സ്ഥാനം. ഒരാത്മീയന്റെ എല്ലാത്തിനെയും ബിഗിനിങ് ദൈവമായിരിക്കട്ടെ. സ്തോത്രം. ഒരു ജോലി ലഭിച്ചാലും, ഒരു വീട് ലഭിച്ചാലും, ഒരു വാഹനം ലഭിച്ചാലും, ഒരു സഭ ലഭിച്ചാലും, ഒരു ആത്മീയം, എല്ലാത്തിനും ഇൻ ദ ബിഗിനിങ് ഗോഡ്. അവന് മഹത്വം വരാത്തൊന്നും നിന്റെ ജീവിതത്തിൽ പാടില്ലെന്നല്ലേ അർത്ഥം. ഇൻ ദ ബിഗിനിങ് ഗോഡ്. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും ഇയ്യോബിന്റെ പുസ്തകവും വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവദൂതന്മാർ ആർത്തുഘോഷിച്ചു. അത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിപ്പൊക്കെ മനോഹരമാണ്. അവന്റെ ദാനവും പെർഫെക്റ്റാ. വാക്യമുണ്ട് എവിടെയെങ്കിലും? എവരി ഗുഡ് ഗിഫ്റ്റ് and perfect gift comes from. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും എവിടുന്നാ വരുന്നത്? വരുന്ന. അപ്പോ ഭൂമി പാർപ്പിനായിട്ട് സൃഷ്ടിച്ചത്, മനോഹരമായിട്ട് സൃഷ്ടിച്ചത്. മുള്ളും പറക്കാരെയും ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഒന്നാമത്തെ വാക്യം വളരെ മനോഹരമാണെങ്കിൽ, രണ്ടാമത്തെ വാക്യം പാഴായി, ശൂന്യമായി, അത് ആഴത്തിലേക്ക് പോയി, ഇരുട്ട് വ്യാപരിച്ചു. ഓ, ഇതാര് ചെയ്തതാ? ഒന്ന് പറഞ്ഞേ മക്കളെ. നിങ്ങൾ വരാത്തോണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു സ്വന്തം പറഞ്ഞേ. ഇതാരാ ചെയ്തത്? ഈ പിശാചാണ്. എന്താ അവന്റെ പേരെടുക്കാത്ത പേടി? പിശാച, പാപം. പക്ഷെ ഒരു കാര്യം, ഒരു സ്വതന്ത്രം പറയട്ടെ, പാഴ്, ശൂന്യം, ആഴത്തിലേക്ക് താത്തിപ്പോയത്. അതിന്റെ അർത്ഥം എന്തുവാ? ഇനി മേലാൽ ഇത് പൊങ്ങി വരത്തില്ല. എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പൈശാചികൻ വാദിക്കുന്ന ഇനി മേലാൽ നീ ആ നന്മ കാണത്തില്ലെന്നല്ലേ. പാഴായിപ്പോയ അനുഭവമില്ലേ?
ശൂന്യതയായിപ്പോയി അനുഭവമില്ലേ? താണുപോയി. ഇനിയും മേൽ അവനെ കാണുകയില്ല, അതിനെ കാണുകയില്ല, അത് കാണുകയില്ല പറയുന്ന വിഷയത്തിന്മേൽ 4 ഇതുമല്ല, പിന്നെ ഇരുൾ മൂടി, അന്ധകാരം. പക്ഷെ അവിടെ വെച്ച് നിന്നില്ല. അടുത്തൊരു വാക്കുകളുണ്ട്, പരിശുദ്ധ ആത്മാവ്. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? പരിശുദ്ധ ആത്മാവ് പാഴായതിന്മേൽ ദൈവപ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് പകൽക്കാലം മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷൻ ആയുള്ളെങ്കിലും ഈ ദൂത് ഏറ്റെടുത്ത് മടങ്ങണം. പാഴായതിന്മേൽ പ്രവർത്തിക്കുന്ന ഈ ആത്മാവിനെയാ നാം പ്രാപിച്ചത്. ശൂന്യമായത് എന്തുവാ ശൂന്യം? ഇംഗ്ലീഷ് എങ്ങനെ ഭാഷ എഴുതിക്കുന്നത്? വോയിഡോ. ഒരു രൂപവുമില്ല, ഒരു ആകൃതിയുമില്ല, ഒരു പ്രത്യാശയ്ക്ക് വകയില്ല, ശൂന്യമാ. അതിന്റെ ഒറ്റ മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവ്. ആഴത്തിലേക്ക് പോയി പൊങ്ങി വരുമോ അറിയത്തില്ല. പരിശുദ്ധാത്മാവ്. 4 ഇരുൾ വ്യാപരിച്ചു. അതിന്റെ മീതെ ഒന്ന് വായിച്ച ഭാഷ വാക്യ ആ വാക്യം തീരുന്നതിന് മുമ്പേ പറയാ, പറഞ്ഞില്ലായിരുന്നെങ്കിലോ. ആഴത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. വായിക്കേണ്ട ഒരു വാക്യമുണ്ട്, റോമാലേഖനം 8-ാം അധ്യായം 14 16 അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവൻ. 8:16 അല്ലയോ? ദൈവാത്മാവ് നടത്തുന്നവൻ. അപ്പൊ ഈ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, പിന്നെന്ത് ചെയ്യുന്നു? എങ്ങോട്ടാ കൊണ്ടുവന്ന് നടത്തുന്ന പറഞ്ഞാല് എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ. എഴുന്നേറ്റ് ആത്മാവാം വഴി കാട്ടി. ആ പാട്ടൊന്ന് പാടി. ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി